അയ്യോ എന്നെ പ്ലെയിനിൽ നിന്ന് പുറത്തിറക്കി പേടിയാന്ന്. ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടായിട്ട് കീയാന്ന് പറയുമ്പോൾ ഈ എയർപോർട്ടിലത്തെ ഈ പ്ലെയിനിലത്തെ മറ്റേ അയാളെ പേരെന്ത് പൈലറ്റ് കേട്ടിട്ട് അങ്ങനെ തള്ളിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പാരഷൂട്ട് പിടിച്ചത് എന്തായാലും ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വീണ്ടും നമ്മളെ പോലെ തന്നെ കുറേ ആൾ പുറത്തിറക്കി. ആ പുറത്തിറക്കിയ ആളെ നമ്മൾ ഇങ്ങനെ പരതിട്ട് കൊല്ലണമെങ്കിൽ നമുക്ക് പൈസ കിട്ടിയാൽ നമുക്ക് ഞം തിന്നാൻ പറ്റും. അങ്ങാടെ ഒരു ചങ്ങായി വീണ പോലെ ഒരു സംശയം. നേരെ നമുക്ക് പോയി നോക്കാം. ഈ സീന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളെ ഷോർട്സിൽ ഇട്ട അതേ സീനാണ്. അതാര് ഈ സമയത്ത് മത്തി? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ നിൽക്കുമ്പോൾ ഇയാൾക്ക് മത്തി വിൽക്കണ്ടേ? ആരത്? ഇയാളെ പിടിച്ച് കൊല്ലാണ്ട്. ബോർഡറിന്റെ അടുത്ത് മത്തി വിൽക്കാൻ പാടില്ല എന്ന് പണ്ടേ പറഞ്ഞു. മീൻസ് ഇയാള് മീൻസ് മറ്റേ കമാൻഡർ ബാബുജി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നുണ്ട്. ഇതിലായിട്ട് ഞങ്ങൾക്ക് നല്ല പാങ്ങുള്ളൊരു തോക്കിട്ട് അതാരും എന്നെ പിടിക്കുന്നത്. എടാ നീയല്ലേ അപ്പൊ നീയല്ലേ മത്തിയെല്ലാം വെക്കുന്നത്? കള്ള. ഞാൻ മത്തിയെല്ലാം വെക്കുന്നത്, ഞാൻ അയിലാണ് വെക്കുന്നത്. ഓ അതിൻ്റെ അടുക്ക് ഇടാൻ അയിലിന്റെ ബിസിനസ് തുടങ്ങി ഗൈസ്. അപ്പോൾ മത്തീൻ്റെ ബിസിനസ് തുടങ്ങുന്ന ആളെ നമുക്ക് ഫസ്റ്റ് അതാ ഇവിടെ മത്തി ബിസിനസ് ആക്കുന്നുണ്ടല്ലേ കള്ള. അവനെ പിടിക്കാൻ വേറെ ഭയൊന്നുമില്ല ഗൈസ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇപ്പം തന്നെ ലൈക്ക് അടി ഗൈസ്. ലൈക്ക് ഉറപ്പാണ് ലൈക്ക് അടി. പിന്നെ താഴത്തെ സബ്സ്ക്രൈബ് അടിക്കണം. ഇപ്പോൾ പുതിയൊരു സംഗതി അത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഹൈപ്പ് അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. കമൻറ്റ് ഉണ്ടാവുമല്ലോ, കമൻറ്റ് ഇങ്ങോട്ടേക്ക് മറിച്ചെങ്കിൽ മനസ്സിലായോ? കമൻറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ആക്കിയെങ്കിൽ ഇപ്പുറത്തൊരു ഹൈപ്പ് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും ഗൈസ്. എല്ലാവരും ഹൈപ്പ് ആയിക്കോളണം. ഹൈപ്പ് ആക്കാത്തോളം പോലീസ് പിടിച്ചോളൂ. സബ്സ്ക്രൈബ് ആക്കാത്തോളം 5 കൊല്ലം പോകും. കടിക്കാത്തവനെ പുലി കടിക്കണ്ട. ഇതെല്ലാം നിങ്ങൾ ആക്കിയെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് കണ്ട എന്ത് അപകടമൊന്നും പറ്റില്ല. നിങ്ങൾ ബിയാക്കിയത് ഇതിലേക്ക് സബ്സ്ക്രൈബ് ഹൈമല്ലേ മഞ്ഞക്കുപ്പായിട്ട് പെണ്ണുമ്പിള്ള നമുക്ക് അതിൻ്റെ പേര് അറിയും. നിങ്ങൾക്ക് അതിൻ്റെ പേര് എന്തായാലും അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയുന്ന ആളല്ല ബേ കമൻറ്റ് ഇട്. പറഞ്ഞ് 2 മിനിറ്റ് ഗൈസ്. അപ്പോൾ ഇനി എന്തെല്ലാം പണിയുണ്ട്. ഇത് ഫുള്ള് റീ എഡിറ്റ് ആക്കണം. ആക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ തമ്മിൽ എഡിറ്റ് ആക്കണം. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കി കുറച്ച് ദിവസമായിട്ടല്ലോ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ +1 പോകുകയാണ് ഗൈസ്. +1 അപ്പോൾ അറിയല്ലോ വൈകിട്ടെല്ലാം പൊരുക്കത്തും. അപ്പോൾ പൊരുക്കത്തുമ്പോൾ വീഡിയോ ഇടാൻ സമയം ഉണ്ടായില്ല, രാത്രി വീഡിയോ ആക്കാനും സമയം ഉണ്ടായില്ല. അങ്ങനെ കിട്ടിയ സമയം കൊണ്ട് നമ്മൾ ഈ വീഡിയോ ആക്കി യൂട്യൂബിൽ പബ്ലിഷ് ആക്കി. കാണേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമല്ലടാ. ഇതിൽ ഞാൻ ബൂയി അടിച്ചിരിക്കും ഗൈസ്. ബൂയി അടിച്ചില്ലെങ്കിൽ എൻ്റെ തല ഞാൻ മുട്ട അടിക്കും ഫേസ് റിവ്യൂലാക്കിയിട്ട്. മനസ്സിലായ? ഞങ്ങൾക്ക് കുറേ തപ്പിയിട്ട് നിങ്ങളെ ബോറാക്കണമെന്നില്ല. നിങ്ങളെ ബോറിങ് സീനെല്ലാം മാറിയിട്ട് നമ്മൾ കുറച്ച് ആക്റ്റീവ് ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഒരു മെഞ്ചനെ കാണുന്നുണ്ട്. ആ മെഞ്ചനെ കൊല്ലണം. 2 മെഞ്ച പോകുന്നുണ്ട്. കള്ള പന്നികൾ. ഇയാൾ ചത്തില്ലെങ്കിൽ ഇപ്പം ഞാൻ സായിപ്പോപ്പിയാൻ ആയി പോകും. ഓനെ കൊന്ന് ഓൻ ചത്ത് നിറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാനും പറ്റില്ല. എന്തൊരു ബുദ്ധിമുട്ടാണ്. നമുക്കില്ലാടി പോരാട്ടമാണ് ഗൈസ് നടത്തുന്നത്. എന്റെ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ ലുക്ക് സൂപ്പറല്ലേ? ചപ്രി ലുക്കില്ലേ? ഷോർട്സിൽ നല്ല അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ഫയർ ഇഷ്ടമല്ലേ? ഇന്നത്തെ ഷോർട്സിൽ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് നല്ല അഭിപ്രായം ഇടാം. നിങ്ങൾക്ക് നല്ല അഭിപ്രായം ഇടാത്ത നിങ്ങൾക്ക് എന്ത് കണ്ണില്ലേ? അല്ല ഫ്രീ ഫയർ ഇഷ്ടമല്ലേ? 1000 10,000 ലക്ഷമല്ല കോടിയല്ല ബില്യൺസ് ഓഫ് കണക്കിനാണ് ഗൈസ് ഈ ആൾക്കാർ. എന്നിട്ട് പോലെ നിങ്ങൾക്ക് ഫ്രീ ഫയർ ഇഷ്ടമല്ല കാരണം അത് വളരെ വലിയ മോശമാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ എന്ത് കുന്തറാണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, അതൊരു ഗെയിമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് സഹിച്ചിരിക്കണം. എന്തുകൊണ്ടറിയോ? എൻ്റെ ചളി ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ടറിയോ? ഈ ഗെയിമിൽ നമുക്ക് പറയാനെന്തോ അറിയില്ല. എന്ത് പറയണമെന്ന് അറിയില്ല. ഈ സ്റ്റേജിൽ പോയിട്ട് 2 വാക്ക് സംസാരിക്കണമെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് മൈക്ക് തരുന്നില്ല. അതേ അവസ്ഥയാണ് കേസ്. അതുകൊണ്ട് സ്റ്റേജിൽ പിന്നെ ചളി അടിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ചളി അടിക്കാൻ പറ്റും. ഇവിടെ ചളി അടിച്ചാൽ നിങ്ങൾ നോക്കുകയും ചെയ്യും, പിന്നെ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ചീത്ത വിളിക്കാന്ന് ഞാൻ പൊടിഞ്ഞില്ലാണ്ടാവും. എൻ്റെ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. നമുക്ക് വലിയൊരു വിഷമമാണ് കേസ്. ആൾക്കാരൊക്കെ ഒരു PC മീ തരും. ഈ കാര്യം കണ്ട ഞാൻ വെറുതെ പറഞ്ഞതിൻ്റെ കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും എല്ലാവരുടെ ഒരു പ്രശ്നമാണ് കേസ്. 5 സെക്കൻഡിനുള്ളിൽ നമ്മളെ സോൺ ഇങ്ങോട്ട് കാതിൽ വരും. സോൺ ചെറുതെങ്കിൽ ഏതെങ്കിലും മൂലക്ക് എന്തിനു പടിയൊക്കെ ഉണ്ടിരിക്കും സീറ്റുകളെല്ലാം. എന്നെ കൊണ്ടുപോയി ഈ ഒരാളേ ഉള്ളൂ. ഓ ഗൈസ് ചത്തു, ബുയി അടിച്ചു. ഞാൻ ഫ്രീസ് റിവ്യൂല് ബയ്യാക്കാം. മൊട്ട അടിക്കില്ല. പക്ഷെ നമ്മളെ ഫ്രീ ഫയറിന്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സൂം തമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഗൈസ്. തമ്മിലെല്ലാം എഡിറ്റ് ആക്കി കൊടുക്കുക. അപ്പം എന്തായാലും അത് ഫോളോ ആക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ ഹൈപ്പും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള സബ്സ്ക്രൈബ് ബൈ.